നെക്സ്റ്റ് വരുന്നത് മാനേജ്മെന്റ് സ്കിൽസ് ആണ്. സോ നമുക്ക് മാനേജ്മെന്റിന് ഫങ്ഷൻസ് ഉണ്ട് എന്ന് പഠിച്ചു. ഈ ഒരു ഫങ്ഷൻസ് ചെയ്യണമെങ്കിൽ മാനേജർ ഏതെല്ലാം റോളുകൾ പ്ലേ ചെയ്യണം എന്ന് പഠിച്ചു. ഇനി ഈ റോളുകൾ പ്ലേ ചെയ്യണമെങ്കിൽ ബേസിക്കലി ഒരു മാനേജർക്ക് വേണ്ട സ്കിൽസ് എന്താണെന്നാണ്. സോ അത് നമ്മൾ കോമൺ ആയിട്ട് ഈ പറയുന്ന സ്കിൽസ് ആണ്: ടെക്നിക്കൽ സ്കിൽസ്, കോൺസെപ്ച്വൽ സ്കിൽസ്, ഹ്യൂമൻ അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കിൽസ്, പ്ലാനിംഗ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, ഡെലിഗേഷൻ, പ്രോബ്ലം സോൾവിംഗ്, മോട്ടിവേഷൻ. സോ നമുക്കിത് ഓരോരോ സ്കില്ലായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ടെക്നിക്കൽ സ്കിൽ. ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഗീവ് മാനേജേഴ്സ് ദ എബിലിറ്റി ആൻഡ് നോളജ് ടു യൂസ് എ വെറൈറ്റി ഓഫ് ടെക്നിക്സ് ആണ്. പല ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഒരു ഓർഗനൈസേഷൻ അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാം. സോ അത് മനസ്സിലാക്കാനുള്ള ഒരു മാനേജറിന്റെ സ്കിൽസിനെയാണ് നമ്മൾ ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയും. അതൊരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനോ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൂൾസിനെയോ മറ്റുള്ള ധാരണ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള ധാരണ മാത്രമല്ല, മറിച്ച് സെയിൽസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സിന്റെ ഡിസൈൻസ് എങ്ങനെ സെറ്റ് ചെയ്യാം, മാർക്കറ്റ് ദ സർവീസ് ആൻഡ് പ്രോഡക്ട്സ് എങ്ങനെ ചെയ്യാം തുടങ്ങിയിട്ടുള്ള സ്കിൽസ് കൂടി ഈ ടെക്നിക്കൽ സ്കിൽസിൽ വരും. ഇനി കോൺസെപ്ച്വൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു സീ ദ ഹോൾ ഓർഗനൈസേഷൻ ആൻഡ് ദ ഇന്റർ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് പാർട്ട് ഓർഗനൈസേഷൻ. അതിന് വേണമെങ്കിൽ മാനേജേഴ്സിന് ഇൻ ടേംസ് ഓഫ് നോളജ് ആൻഡ് എബിലിറ്റി ഫോർ അബ്സ്ട്രാക്ട് തിങ്കിങ് ആൻഡ് ഫോർമുലേറ്റിംഗ് ഐഡിയാസ് വേണം കോൺസെപ്ച്വലൈസ് ചെയ്യണമെങ്കിൽ. ഒരു ഓർഗനൈസേഷൻ ആസ് എൻ എൻറ്റയർ കോൺസെപ്റ്റ് ആയിട്ട് കാണാനും അനലൈസ് ചെയ്യാനും പ്രോബ്ലം ഡയഗ്നൈസ് ചെയ്യാനും ക്രിയേറ്റീവ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും ഒരു മാനേജർക്ക് സാധിക്കണം. സോ ഇറ്റ് ഈസ് ആക്ച്വലി ദ എബിലിറ്റി ടു വിഷ്വലൈസ് ദ എൻറ്റയർ പിക്ചർ ഓർ ടു കൺസിഡർ എ സിറ്റുവേഷൻ ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി. മുഴുവനായിട്ട് കാണുക, ലോങ് റേഞ്ചിലേക്ക് കാണുക, മറ്റൊരു വ്യൂവിൽ നിന്ന് ഓർഗനൈസേഷനെ കാണുക. അങ്ങനെ പറ്റണം എന്നുള്ളതാണ് ഒരു കോൺസെപ്ച്വൽ സ്കിൽസ്. ഹ്യൂമൻ ഓർ ഇന്റർപേഴ്സണൽ സ്കിൽസ് നമുക്കറിയാം. മാനേജർ he should have the ability to interact, work or communicate effectively with people. അപ്പോൾ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യാനും അവരുടെ കോപ്പറേഷൻ വിൻ ചെയ്യാനും ഒരു ഇഫക്റ്റീവ് ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഹ്യൂമൻ പൊട്ടൻഷ്യലെ അതിൻ്റെ ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ഒരു മാനേജർക്ക് പറ്റണം. സോ ദാറ്റ് കംസ് അണ്ടർ ഹ്യൂമൻ അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കിൽ. പിന്നെ വരുന്നതാണ് പ്ലാനിങ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബേസിക് ഫങ്ഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പ്ലാനിങ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എബിലിറ്റി ടു ഓർഗനൈസ് ആക്ടിവിറ്റീസ് ഇൻ ലൈൻ വിത്ത് ദ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ദാറ്റ് ഓൾറെഡി an organization is providing, along with understanding the limit of the resources like time, money, labor, and also understanding about the uncertainty of the future. ഫ്യൂച്ചറിന്റെ അൺസർട്ടനിറ്റിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഉള്ള അവൈലബിൾ റിസോഴ്സസിനെ ഓർഗനൈസേഷന്റെ ഗൈഡ് ലൈനിന്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ആർക്ക് പറ്റണം? ഒരു മാനേജർക്ക് പറ്റണം. അതാണ് ഒരു പ്ലാനിങ് സ്കിൽസ് എന്നുള്ള രീതിയിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഡെഫിനറ്റ്ലി എ മാനേജർ ഇസ് എ പേഴ്സൺ ഹു ഷുഡ് ബി ഹാവിങ് ഗ്രേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അത് വളരെ ക്രൂഷ്യലാണ് ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം. ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം ഒരു ടീമിന്, എൻഷുർ ചെയ്യണം ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് ആ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളതെന്ന്. അതിന്റെ ഭാഗ്യമായിട്ടൊരു യൂണിഫൈഡ് വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ടാസ്കും ആക്ടിവിറ്റീസും സമയത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ മോർ സ്ട്രെസ് ഓൺ വർക്ക്, ഗ്ലോബൽ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യണം, പാർട്ടിസിപ്പറ്ററി മാനേജ്മെന്റ് വരണം, അഡ്വാൻസിങ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആവശ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതിനൊക്കെ പറ്റണമെങ്കിൽ ദേ ഷുഡ് ബി എ ഫ്ലോ ഫോർ ഇൻഫർമേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ, വെദർ ഇറ്റ് ബി ഫോർമൽ, ഇൻഫോർമൽ, വെദർ ഇറ്റ് ബി വെർബൽ ഓർ റിട്ടൺ, വെദർ ഇറ്റ് ബി വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, എന്ത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ദാറ്റ് ഷുഡ് ബി സ്മൂത്ത്. ആൻഡ് ഫ്രം ദ പാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് ദ കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഷുഡ് ബി വെരി ക്ലിയർ. സോ അങ്ങനെ പറ്റണമെങ്കിൽ ഒരു മാനേജർക്ക് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമാണ്.
അതാണ് മാനേജർക്ക് വേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നെക്സ്റ്റ് വരുന്ന മാനേജ്മെന്റ് സ്കിൽസ് എന്നതിൽ ബാക്കിയാണ്. സോ അതിൽ വരുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് വരുന്നുണ്ട്, ഡെലിഗേഷൻ, പ്രോബ്ലം സോൾവിങ്, മോട്ടിവേഷൻ. സോ അതിൽ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ്. നമ്മൾ ആ ഡിസിഷണൽ റോളിൽ നമ്മൾ പഠിച്ചു. ഒറിജിനൽ റോളിൽ ഓൺട്രപ്രണറിന്റെ റോളിലും ഒരു ഡിസ്റ്റർബൻസ് ഹാൻഡ്ലറിന്റെ റോളിലും റിസോഴ്സ് അലോക്കേറ്ററിന്റെ റോളിലും നെഗോഷിയേറ്ററിന്റെ റോളിലും എല്ലാം ഒരു മാനേജർക്ക് ആക്ട് ചെയ്യേണ്ടി വരും. സോ ക്രിട്ടിക്കൽ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. സോ ചിലപ്പോൾ ന്യൂമറസ് ഡിസിഷൻസ് ഉണ്ടാവും, ചിലത് നോയിങ്ലി, ചിലത് വളരെ എന്താ പറയാ മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞുകൊണ്ട് എടുക്കേണ്ടി വരും. അപ്പൊ പ്രോപ്പർ ആൻഡ് റൈറ്റ് ഡിസിഷൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ സക്സസ് ഓർ ഫെയിലിയറിനുള്ളൊരു ഇത്. പിന്നെ ഒരു ക്ലിയർ ആൻഡ് റൈറ്റ് ഡിസിഷൻസ് എടുത്താൽ മാത്രമേ എഫിഷ്യൻ്റ്ലി ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഒരു ഗുഡ് മാനേജർക്ക് അങ്ങനെയുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് വളരെ ആവശ്യമാണ്. പിന്നെ വരുന്നതാണ് ഡെലിഗേഷൻ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ജോലികളും ഒരു മാനേജർക്ക് എടുക്കാൻ പറ്റില്ല. വർക്ക് റിലേറ്റഡ് ടാസ്ക്സ് ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. ഇതൊന്നും ഒരിക്കലും എല്ലാം കൂടി ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കൂ ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? യു ഹാവ് ദ അതോറിറ്റി, ബട്ട് യു ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു ഡെലിഗേറ്റ് യുവർ അതോറിറ്റി ഇഫക്റ്റീവ്ലി ടു ദ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിന് വളരെ ഇഫക്റ്റീവായിട്ട് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റണം. സോ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് allowing our task, or you are reassigning your duties, reassigning your workloads, reallocating your duties to other people, other employees, in order to അതൊരു effectively efficiently ചെയ്യണം. So that they, and you make the necessary arrangement facilities കൊടുക്കുക, so that they will do it for you. അപ്പം ആ ഒരു രീതിയിൽ ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ പറഞ്ഞതാണ് പ്രോബ്ലം സോൾവിങ്. അതൊരു ഭയങ്കര എസെൻഷ്യൽ ആണ്. കാരണം നമുക്കറിയാം ഒത്തിരി ഇഷ്യൂസ് ടാക്കിൾ ചെയ്യാനും സോൾവ് ചെയ്യാനും ഓൺ എ ഡേ ടു ഡേ ബേസിസിൽ, ഓൺ എ ടിപ്പിക്സിൽ ഉണ്ടായിരിക്കും. സോ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനും സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും ബെസ്റ്റ് വേ ടു ഹാൻഡിൽ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് കാണാനും ഇതിനൊക്കെ ഒരു മാനേജർക്ക് പറ്റണം. സോ പ്രിവെയിലിംഗ് കണ്ടീഷൻസ് സോർട്ട് ഔട്ട് ചെയ്യാനും എങ്ങനെയാണ്, ഹൗ യു ക്യാൻ സോൾവ് ഇറ്റ്, what is the root cause of a problem and what is the reason for such a problem, so എങ്ങനെ ഉണ്ടാവുന്നു, അങ്ങനെയുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള പെരിഫറിയിൽ കാണുന്ന ആ കാര്യമായിരിക്കില്ല ചിലപ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതിന് റൂട്ട് കോസ് ഉണ്ടാവാം. ആ റൂട്ട് കോസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് സോൾവ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ആ പ്രോബ്ലം എന്നേക്കും പോവുള്ളൂ. സോ ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് മാനേജർക്ക് ആവശ്യം വരും. then he should be in a position to motivate. ആൾക്കാരിപ്പോൾ മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, ഒരു പല ആൾക്കാരും പല രീതിയിലാണല്ലേ. എല്ലാ ആൾക്കാർക്കും സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ പറ്റിയെന്ന് വരില്ല. വെരി ഫ്യൂ ആൾക്കാർ മാത്രമേ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുള്ളൂ. അവർക്ക് ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു നിശ്ചയം ഉണ്ടാവും. അവർക്ക് ദേ ഹാവ് എൻ അംബീഷൻ. അപ്പോൾ അവർക്ക് ആ അംബീഷൻ അച്ചീവ് ചെയ്യാൻ ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. ബട്ട് നോട്ട് എവറി സിംഗിൾ പേഴ്സൺ ഇസ് സെൽഫ് മോട്ടിവേറ്റഡ്. അപ്പം അങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡ് കണ്ടുപിടിക്കണം. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് അവരുടെ ബിഹേവിയർ എന്താണ് ആൻഡ് അവരെങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. സോ ടീം പേഴ്സണാലിറ്റീസും ടീം കൾച്ചറും ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൊടുക്കണോ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണോ, സോ വാട്ട് ഇസ് മെൻ ടു ഡു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് അറിഞ്ഞ് സമയാസമയങ്ങളിൽ അവരുടെ സ്വന്തം എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഒരു ഗുഡ് മാനേജർ എന്ന്. സോ മാനേജർ ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് മോട്ടിവേഷൻ സ്കിൽസ്. നെക്സ്റ്റ് വരുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. പൊതുവിൽ നമുക്ക് 3 ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണുള്ളത്. യു ഹാവ് എ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, you have a middle level management and a lower level management. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ ആൻഡ് അതർ സീനിയർ എക്സിക്യൂട്ടീവ്സ്. ഇവരാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യുക, പോളിസീസ്, പ്ലാന്, മറ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് അക്കംപ്ലിഷ് ചെയ്യുക,
തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനാണ്. ഇനി മെയിൻ ഫംഗ്ഷൻ, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് ഡിഫൈൻ ചെയ്യുക, പോളിസീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ട്രാറ്റജിക് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുക, ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻസ് കൊടുക്കുക, കൺട്രോൾ ആൻഡ് ക്രിയേറ്റ് ഗുഡ് റിലേഷൻ വിത്ത് പബ്ലിക്, ജഡ്ജസ് ദ റിസൾട്ട്. ഇത്രയും സംഭവങ്ങളാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇനി വരുന്നതാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓരോ ഡിഫറെന്റ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെ, HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, പെർച്ചേസ്, സെയിൽസ്, പ്രൊഡക്ഷൻ, അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹെഡ്സ് ഓഫ് ദിസ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് ബിലോങ് ടു ദ മിഡിൽ ലെവൽ മാനേജ്മെന്റ്. അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സും ഗോൾസും പോളിസീസും പ്ലാൻസും ഗൈഡൻസും ഡയറക്ഷൻസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റിലൂടെയാണ്. മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ പ്രോഗ്രാംസും പോളിസീസും ഇന്റർപ്രറ്റ് ചെയ്യുക, ഓർഗനൈസിംഗ് ആൻഡ് മാനിങ് ദെയർ ഡിപ്പാർട്ട്മെന്റ്സ് ആസ് പെർ മെയിൻ പ്ലാൻ. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് സെറ്റ് ചെയ്യുന്ന പ്ലാൻ അനുസരിച്ചിട്ട് മറ്റു കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുക, ഗൈഡ്, ഡയറക്റ്റ് ആൻഡ് മോട്ടിവേറ്റ് ദ വർക്കേഴ്സ് ടു അറ്റൈൻ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് വർക്കേഴ്സിനെ ഗൈഡ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ കോപ്പറേഷനും കോർഡിനേഷനും പോസിബിൾ ആക്കുക, സബോർഡിനേറ്റ്സിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക. ലോവർ ലെവൽ മാനേജ്മെന്റ് ലോവർ ലെവലിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ റിപ്പോർട്ടും സ്റ്റാറ്റിസ്റ്റിക്സും കളക്ട് ചെയ്തിട്ട് അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് അയച്ചു കൊടുക്കുക. ഇതാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ജോലി. ദെൻ കംസ് ദ ലോവർ ലെവൽ മാനേജ്മെന്റ്. സൂപ്പർവൈസറി മാനേജ്മെന്റ് എന്നാണ് അതിനെ പറയുക. സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ഗാങ് ബോസ്, അക്കൗണ്ട്സ് ഓഫീസർ, സെയിൽസ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള ഒരു ലെവലാണ് ലോവർ ലെവൽ മാനേജ്മെന്റ് വരുന്നത്. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന്റെ കാര്യങ്ങളാണ്, ഫങ്ഷൻസ് ആണ്. ദേ ആർ മോർ കൺസേൺഡ് അബൌട്ട് ദ ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ഒരു വീക്ക് അല്ലെങ്കിൽ ഒരു ഡേയുടെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക, ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുക, വർക്കേഴ്സിനെ അലൗട്ട് ചെയ്യുക, അവരുടെ അണ്ടറിലുള്ള വർക്കേഴ്സിനെ അലൗട്ട് ചെയ്യുക, അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഓൺ ദ സൈറ്റ് ഇഷ്യൂ ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ്, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, മെറ്റീരിയൽസ്, മെഷീൻസ്, ടൂൾസ് ഒക്കെ വർക്കേഴ്സിന് അവൈലബിൾ ആക്കുക, അവർക്ക് ഗൈഡൻസ്, സൂപ്പർവിഷൻ കൊടുക്കുക, ഗുഡ് റിലേഷൻ ആൻഡ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളുടെ ലോവർ ലെവൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മുടെ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് 3 ഉണ്ട്. ടോപ്പ് ലെവൽ ഉണ്ട്, മിഡിൽ ലെവൽ ഉണ്ട്, ലോവർ ലെവൽ മാനേജ്മെന്റ് ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഉള്ളതാണ് നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്, ഗോൾ, പോളിസി, പ്ലാൻ, ഗൈഡൻസ്, പബ്ലിക് റിലേഷൻ, റിസൾട്ട് ജഡ്ജ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് വരുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, മോട്ടിവേറ്റിംഗ്, ഡയറക്റ്റിംഗ്, കോപ്പറേറ്റിംഗ്, ഇവാലുവേറ്റിംഗ്, കളക്ടിംഗ് റിപ്പോർട്ട്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊക്കെയാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഡേ ടു ഡേ അല്ലെങ്കിൽ ഓൺ എ വീക്ക്ലി ബേസിസുള്ള ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യല്, ഓർഗനൈസ് ചെയ്യല്, വർക്കേഴ്സിനെ അലൗട്ട് ചെയ്യല്, ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യല്, ഓൺ ദ സ്പോട്ട് വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യല്, മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യല്, ഗൈഡൻസ്, ഡിസിപ്ലിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ലോവർ ലെവൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടീസ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് 3 ലെവലിലുള്ള മാനേജ്മെന്റ് ആണ് ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഇഫക്റ്റീവ്ലി നടത്തിക്കൊണ്ട് പോരുന്നത്.